ദൈവത്തിന് മഹത്വം. ഹാർവസ്റ്റ് ടിവിയുടെ മുഖാമുഖം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. റവറൻഡ് ഡോക്ടർ പാപ്പി മത്തായി അവറുകളുമായുള്ള മുഖാമുഖം പാസ്റ്റർ വി.ടി. മാത്യുവിനോട് ചേർന്ന് ഞാനും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണുമല്ലോ. ഇന്നത്തെ ദിവസം വീണ്ടും പാസ്റ്റർ പാപ്പി മത്തായിയോട് തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ മറ്റു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാസിന് വീണ്ടും വന്ദനം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും ദേവദാസൻ്റെ അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ടുള്ള ബന്ധത്തിലെ ചില വിഷയങ്ങളോടൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. തുടങ്ങുന്ന അവസരങ്ങളിൽ അഥവാ 55 അല്ലെങ്കിൽ 56 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു സെക്ഷൻ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് സെക്ഷനായി, ഡിസ്ട്രിക്റ്റുകളായി, സ്റ്റേറ്റുകൾ തന്നെ ഡിസ്ട്രിക്റ്റുകളായി, ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 3 മണ്ഡലങ്ങളും അതുപോലെ തന്നെ 3 മണ്ഡലങ്ങളെയും കൂടെ ചേർത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് കർത്താവിൻ്റെ ദാസൻ ഇന്ന് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു. ചുരുക്കത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ടായതും എങ്ങനെയാണ് ഇന്നത്തെ ഈ അഭിവൃദ്ധി ഉണ്ടായതുമെന്ന് ഒന്ന് പറയാമോ? ഈ 1987 ഈ ഡിവിഷൻ ഉണ്ടായത്. അപ്പോഴത്തെ കുറച്ചൊക്കെ ചർച്ചസ് മിക്കവാറും ഈ സ്റ്റേറ്റുകളിലെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് 1999 അന്നാണ് ഈ 3 ഡിസ്ട്രിക്റ്റുകളും പിന്നെയും ഡിവൈഡഡായത്. അതായത് ഞങ്ങളുടേത് 9 സ്റ്റേറ്റിൽ നിന്ന് ഒരെണ്ണം 4 സ്റ്റേറ്റുള്ള ഒരു ഡിസ്ട്രിക്റ്റായി. അത് നോർത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റ്, ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ നോർത്തേൺ ഡിസ്ട്രിക്റ്റ്, അതിന് ബീഹാർ, യു പി, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ. ഇത് ഈ 5 സ്റ്റേറ്റുകളൂടെ ചേർന്നാണ് നോർത്തേൺ ഡിസ്ട്രിക്ട് കൗൺസിൽ. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാം സൂപ്രണ്ടായിട്ട് പ്രെസ്പെക്ടറായിട്ട് മാത്രം ഇരുന്നിട്ടില്ല. ഞാൻ ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്തപ്പം നോർത്ത് വെസ്റ്റേണിൻ്റെ ആ 9 സ്റ്റേറ്റ് ഒരുമിച്ചുള്ളതിൻ്റെ സൂപ്രണ്ടായിരുന്നു. അത് 1999 അത് ഡിവൈഡായപ്പം റോബർട്ട് ജയരാജ് ബിക്കെയിം സൂപ്രണ്ടൻ്റ് ഓഫ് നോർത്ത് വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റ്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നോർത്തേൺ ഡിസ്ട്രിക്ട് കൗൺസിലായിട്ട് മാറി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിസ്ട്രിക്റ്റുകളാക്കി ഒരു ഡിസ്ട്രിക്റ്റാണ്. അതായത് ഇപ്പം ഞങ്ങളുടെ നോർത്തേൺ ഡിസ്ട്രിക്ട് കൗൺസിൽ 5 സ്റ്റേറ്റ് വരെ, ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പം ഡിസ്ട്രിക്റ്റാണ്. അതുപോലെ ദൈവം സഹായിച്ചു. അതിൻ്റെ ഏക കാരണം പ്രാർത്ഥനയാലും ഉപവാസത്താലും ത്യാഗങ്ങൾ സഹിച്ചുമുള്ള. എനിക്ക് ആരംഭത്തിൽ അവിടെ മിഷണറിമാരെ പലയിടത്തും വിടാനായിട്ടുള്ള ലോക്കൽ ചർച്ചസ് അധികമില്ലായിരുന്നതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന മിഷണറിമാരെ ആ ദിവസങ്ങളിൽ അങ്ങനെ അവർ നോർത്തേൺ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യണമെന്നും പറഞ്ഞു ഒരു ദർശനം പ്രാപിച്ചു വന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ തെക്കേന്ത്യയിലാണ് ഞാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ റീജിയനിൽ കൂടുതലും തെക്കേ ഇന്ത്യക്കാർ, സൗത്ത് ഇന്ത്യൻസ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഒത്തിരി പേരവിടെ God has enabled me to start a training center to keep them for a few months to familiarize with the language and also culture. But now that institute has become Lucknow Bible College. ഇന്ന് ലക്നൌവിൽ ഒരു ബൈബിൾ കോളേജ് അങ്ങനെ തദ്ദേശീയരായവരെ പരിശീലിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മിക്കവാറും സ്റ്റുഡൻസ് വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. വെരി ഗുഡ്. മോസ്റ്റ് ഓഫ് ദം 90.5% and not 99% എല്ലാം നോർത്ത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സ് ആണ്. അതൊരു വലിയൊരു അഭിവൃദ്ധിയായി കാണുന്നു. അതെ, അതാണ് എൻ്റെ വിഷൻ. You start and then train the local people and use them as pastors and evangelists and Christian workers. And we praise the Lord for the group of people we have today. And we have been able to train them. And my vision is not to keep
one everybody who is getting saved in one place, but to spread. Okay. That's how I had a vision. Every colony, housing colony, should have a one AG church. But there are some housing colonies so big, and some of these housing colonies have a more educated and rich people staying. And so some we had one housing colony. It is so vast and big. We have 2-3 churches now, and we praise the Lord for what God is doing. And അത് വളരെ നല്ലൊരു അനുഭവമായി തോന്നി. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇന്ന് ഒത്തിരി തദ്ദേശീയരായവർ അവിടെ പരിശീലിക്കപ്പെട്ട് സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് ദേവദാസനെ പോലുള്ള സൗത്ത് ഇന്ത്യൻസ് അവിടെ ചെന്ന് ഒരു പയനിയർ കാര്യങ്ങൾ ചെയ്തത് വളരെ അനുഗ്രഹമായി തീർന്നു കേൾക്കാൻ വളരെ സന്തോഷം. That has been my vision, and I never started any Malayalam church, and I never started church in any other language except Hindi. വളരെ സന്തോഷം. അപ്പം ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പുറകോട്ട് നോക്കുമ്പോൾ എന്താണ് ഒരു പ്രതിഫലനമുള്ളത്? ഞാൻ ഈ ലീഡർഷിപ്പ് ലെവലിൽ when the church started district, I became the first district superintendent of Northwest District with 9 states. And then in 1999, it was divided into 2. I became superintendent of Northern District Yes. With 5 states. Okay. And today, all those 5 districts are a district. Okay. Everyone. And in the Assemblies of God, North India, AGNI, I started with becoming a member of AGNI Executive Committee. And then later on, I became General Secretary of Assemblies of God of North India. And then later on, the last post I held was Assistant General Superintendent of AGNI, North India, Assemblies of God of North India. And in all these levels, God has blessed me, and I had a good relationship with others. And I never had any problem with anybody. മാതൃപരമായ ഒരു ശുശ്രൂഷയ്ക്ക് സാധ്യത ലഭിച്ചു. നല്ല നിലയിലായിരുന്നു. ഓക്കെ. AGIയുടെ കാരണം അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയിലെ AGI first I became the treasurer a few years ago. Okay. And then later on in the last election, without my knowledge, people just started writing my name. And my name came to the top, and I was shocked. Okay. And I was not at all prepared, and I didn't want to. Okay. And I wanted to be free. But people just voted me, and I wanted to withdraw, but AGNI had some law, some rule. Under that rule, I was not allowed to withdraw in the conference itself. Okay. Which I did not know. I was not aware. Okay. Anyway, ദൈവത്തിന്റെ വിശ്വസ്തയായിട്ട് ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായിട്ടും. I had one of my lowest time in my ministry in 2018. Mm-hmm. That was one of the greatest struggle ആണോ? Struggle എന്ന് പറഞ്ഞാൽ I was so deeply hurt. Okay. And by whom? By those people whom I went out of my way to help. My own children. Like, anyway, it all happened for for my good. And challenges and difficulties will come. That is not a sin. Challenges will come. Problems will come. That is not facing problem is not a sin. But what is sin is if you don't learn the lesson by making mistake, that is a sin. So
I had made mistakes, and I don't make them now, because the Lord has given me grace to learn the lesson. So let me encourage those who are listening. If you make a mistake, don't be disheartened. That is no sin. But what is sin is, തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി if you don't learn the lesson from that mistake, തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ശുശ്രൂഷയിൽ മുന്നേറുക എന്നുള്ളതായിരുന്നു. ഓക്കെ. ഈ ശുശ്രൂഷയുടെ ഈ മധ്യത്തിൽ ഏതെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഇപ്പോഴും നിന്ദിക്കപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ ഒരു സൂചന വന്നതുപോലെ നിന്ദിക്കപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ അത് ഒരു മറ്റുള്ളവർക്ക് പ്രചോദനത്തിനായി അതിനെ ഒന്ന് വിശദീകരിക്കാമോ? ഒരു ഒറ്റ ഇൻസിഡന്റ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു, എന്നാൽ അതിലൂടെ എനിക്ക് കടന്നു പോയപ്പോഴും ദൈവകൃപയാൽ ഞാൻ അതിൽ വിജയിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ. When you are in the ministry, if you want to please God in everything, you have to learn patience, and you have to have a forgiving spirit. I receive sometime letters just blaming me for certain things I have never done or said. Blaming me. You are like that. You know, I receive letters. I usually don't respond to these letters, but there are some letters where I thought I must respond and show this person the spirit within me. And in that letter, I write only 3 sentences. I received your letter, and I thank you for the letter. I want you to know that I still love you. I love you. And I don't keep this thing against you. But I have one advice to give you. Before you write, make sure that you confirm by making little more inquiries whether I have said this or I have done this. That will help you. അതിന് അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും? ഓക്കെ, റിപ്ലൈ ചെയ്യില്ല. പക്ഷേ ദേവദാസന്റെ ആ സ്നേഹത്തോടു കൂടിയ ഉപദേശങ്ങൾ പലപ്പോഴും പലർക്കും അത് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം ചിന്തിച്ചാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യമായ സാംസ്കാരിക മണ്ഡലങ്ങളും അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ നമ്മുടെ സഭയ്ക്കകത്ത് വരുമ്പോൾ അവരെ ഏത് രീതിയിലാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെതായ നിലയിൽ അവരെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ അപ്രോച്ചിലേക്ക് കൊണ്ടുവരാൻ കർത്താവിൻ്റെ ദാസൻ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. This is very important for a minister, for a preacher, for a pastor, for a leader. You know, the North Indian situation is very, very peculiar. Very difficult situation. Because these first generation Christians are coming from different religious groups. The culture of these people, sometimes they are not able to get rid of. അത് അവരെ ഇങ്ങനെ ഓരോന്നും അവർ പാലിച്ചേ മതിയാവുകയുള്ളൂ, അവരുടെ നിർബന്ധം നിമിത്തം. അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ we need to understand Bible is not against local customs or culture. Bible is not against. But what we need to realize is so many cultural practices in India are connected and related to religions. That is where the conflicts come. Okay. Even after coming into the faith, they have a tendency, when that celebration comes, they think they have to go. And so we have to take a very strong stand
And നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പോകേണ്ട ഒരു സിറ്റുവേഷൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെയാണ് yeah, ദേവദാസൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് എൻ്റെ ഒരു പ്രധാനമായ അത് ആഗ്രഹം. we have to tell them, we have to from the scriptures, വേദപുസ്തകത്തിന്റെ like the doctrine of separation യെസ് is very clearly described in 2 Corinthians, but chapter 6. Very clearly described. And we encourage them, you need to read that. And then we explain to them. ദൈവവചനം നേരിട്ട് അവരോട് സംസാരിക്കുന്ന രീതിയിൽ അവരെ വചനത്തിലേക്ക് വചനത്തിലേക്ക് നടത്തുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. അവരെ ബ്ലെയിം ചെയ്യൂ. അവരെ നേരിട്ട് ബ്ലെയിം ചെയ്യാതെ. We do not know the struggle they have to face. യെസ് It's a challenge. യെസ് And so with sympathy, we have to with love, we have to deal with them. അപ്പൊ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ശരിയായ നിലയിൽ അവരെ നയിക്കുമെന്ന് അവരെ അതിലേക്ക് നടത്തുന്ന ഒരു ദൈവിക വചന പഠനമായിരിക്കണം ശക്തിയുണ്ട്. ഒരു ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരെ എല്ലാ സത്യത്തിലും നടത്തുന്ന ഒരു ശക്തിയാണ്. അത് വിശ്വസിക്കാൻ പറയണം, അവരെ പഠിപ്പിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കാനാണെങ്കിൽ യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കാനൊക്കെ ഉള്ളൂ. ആ സത്യം എപ്പോഴും അത് കാരണം ഒരു ഭാര്യ മാത്രമായിരിക്കും വിശ്വാസത്തിൽ വരുന്നത്. അതെ, അങ്ങനെയുള്ള അപ്പം ചലഞ്ചസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഭവനത്തിൽ തന്നെ ആ വിഷയങ്ങൾ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടാകും. അതെ അതെ. അങ്ങനെയുള്ള സമയത്ത് ഏത് തരത്തിലുള്ള ആശയങ്ങളാണ് അവരെ ബലത്തിലേക്ക് കൊണ്ടുവരുന്നത്? സോ ഈ ഒരു കാര്യത്തിൽ what we have to do as leaders and as pastors, love these people and be sympathetic with their situation, and then accordingly you deal with them in a very loving manner. Show them from the scriptures what is right, what is the doctrine of separation with it. So it is very important that we spend time with them and show our love and sympathy. At the same time, show from the scriptures what God demands. ദൈവവചനം എന്താണ്, ദൈവവചനം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലാകണം. വളരെ സന്തോഷം. അങ്ങനെ അതിന് ദൈവം ബുദ്ധി തരണം. അപ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവകൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ അവിടെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ദൈവദാസന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊട്ടും തന്നെ കെയർലെസ് ആകുകയും ചെയ്യും. അവരവരുടെ പാട്ടിന് പോകരുതെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രാർത്ഥന അവരെ കുറിച്ച് ഉണ്ടാകുക. പ്രാർത്ഥനയോടുകൂടി അവരെ സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ അവർ കേൾക്കും. കർത്താവിൻ്റെ ദാസൻ വളരെ ദീർഘനേരം കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു, ഉത്തരം പറയുന്നു, അറിയാം. എന്നാൽ അവസാനമായി ചില നിമിഷങ്ങൾ, ദീർഘനാളത്തെ പരിചയവും മിഷൻസ് പഠനത്തിനിറങ്ങിയത് ഇത് ഞങ്ങളെല്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചും അനേകർക്ക് പ്രയോജനമാകുമെന്നറിയാം. എന്നാൽ നമ്മളിന്ന് അന്ത്യകാലത്തിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ മിനിറ്റ്സിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ സഭകളോട് ഇങ്ങനെ പോയാൽ മതിയോ, അല്ലെങ്കിൽ എവിടെ വ്യത്യാസം വരുത്തണമെന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സ്, ദൈവദാസൻ ഒരു മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ആത്മീയതയിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, രീതിയിലുള്ള എലക്ഷൻസ്, അതുകൊണ്ട് തലമുറയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം, കൺവെൻഷൻസ് എല്ലാ വർഷവും ആയിരക്കണക്കിന് കോടികളെന്ന് വേണമെങ്കിൽ പറയാം ചിലവാക്കി പല സ്ഥലങ്ങളിൽ കൺവെൻഷൻ, അതിന് പകരമായി ഓപ്പണർ മീറ്റിംഗ്സ് അല്ലേ കൂടുതൽ നല്ലത്? അങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഉപദേശമായി കേരള സഭയ്ക്ക് ഒരു അനുഗ്രഹമാകുവാൻ ഈ 80-ാം വയസ്സിലെത്തിയിരിക്കുന്ന ദൈവം തന്ന കൃപയിൽ ഇന്നുവരെയും ദൈവം വിശ്വസ്തയോടെ നടത്തിയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുവാനുണ്ടെങ്കിൽ പറഞ്ഞാൽ സന്തോഷം. എനിക്ക് പറയാനുള്ളത് ഇതാണ്. കേരളത്തിലെ ദൈവസഭ
ഉണർന്ന് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പഠിക്കണം. ഈ സമയത്ത് കേരളത്തിലെ സഭയോട് എനിക്ക് പറയാനുള്ളത്, ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് തന്നതായ ചുമതലകൾ എന്താണ്, എല്ലാവരോടും പോയി സുവിശേഷം അറിയിക്കണമെന്നും അവരെ ക്രിസ്തുവിൽ ആനയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പിച്ച് അവരെ ശിഷ്യരാക്കണം. എങ്ങനെ? കർത്താവ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കുക. അതാണ് കർത്താവിൻ്റെ കൽപ്പന. അതിനെത്രമാത്രം സീരിയസ്നെസ്സാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് ഈ പറഞ്ഞ കാര്യത്തിന് ശിഷ്യരാക്കുന്നോ, സ്നാനപ്പെടുത്തുന്നോ, സ്നാനപ്പെടുത്തി അവരെ പഠിപ്പിക്കുന്നുവോ? ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വില കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പല സഭകളിലും ശിഷ്യന്മാരില്ലാതെ പോകുന്നത്. ആ വില കൊടുക്കാൻ അവർക്ക് വയ്യ. കർത്താവ് പറഞ്ഞാണ്, നീ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെല്ലാം ത്യജിക്കണമെന്നറിയാമോ? നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും നിങ്ങളുടെ ചിൽഡ്രനെയും നിങ്ങളുടെ വൈഫിനെയും ഭർത്താവിനെയും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരുവാൻ നിൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. എന്നാൽ നിങ്ങൾ യോഗ്യരാണ്. ഇതിനെത്രമാത്രം സീരിയസ്നെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന സീരിയസ്നെസ് നമ്മുടെ പിള്ളേരെല്ലാവരും മിടുക്കരായിരിക്കണം, വലിയ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, അതിന് എത്ര പണം വേണേലും നമ്മൾ ചിലവാക്കും. അത് ചിലവാക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ എത്രത്തോളം ഗംഭീരതയാണ് കൊടുക്കുന്നത്? ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇന്ന് നമ്മുടെ സഭകളിൽ സഭ, it is God's desire that the church must influence the world. പക്ഷേ ഇന്നെന്തോ നമ്മൾ The world is influencing the church, and more of the world is coming into the church. കർത്താവ് പറഞ്ഞത്, you hate this world. If the love of the world is in you, then the love of Christ is not in you. എന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ അർത്ഥം? നമ്മൾ ലോകക്കാരെ പോലെ ആകരുതെന്ന്. ലോകക്കാരത് ചെയ്യുന്നത്. ഇന്നത്തെ ഡ്രസ്സിങ് ഒക്കെ നോക്കുക. ലോകം എപ്രകാരമാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മളും പോവുക. നമ്മുടെ യങ് പീപ്പിൾ ഹാവ് they don't even care about the advices that elders we try to give elders. അതിൻ്റെ കാരണം എന്തുവാ? നമ്മുടെ ഇന്നത്തെ സെൽ ഫോൺ, thousands and thousands of young lives have been lost through death by the use of cell phone. പക്ഷേ ഇന്ന് നമ്മൾ എന്തുവാ ശ്രദ്ധിക്കുന്നത്? ഒരു കുഞ്ഞു പാല് കുടിക്കണമെങ്കിൽ സെൽഫോൺ അവിടെ കൈ കൊടുക്കണം. അതിന് നമ്മൾ പേരൻസ് അതിന് കീഴടങ്ങുക. ഒരു സെൽഫോൺ വാങ്ങിച്ച് വെച്ചേക്കുമ്പോൾ അവിടെ കൈ കൊടുക്കും. നമ്മൾ ഇതിനെതിരായിട്ടുള്ളതായ കാര്യങ്ങൾ ചിന്തിക്കണം. എൻ്റെ കുഞ്ഞു വളർന്നു വരുമ്പോൾ അവൾ എങ്ങനെ, ഇപ്പോൾ ഒരുപാട് പിള്ളേർ കമ്മിറ്റിംഗ് സൂസൈഡ്. വൈ? ദ പേരൻസ് ആർ റിഫ്യൂസിങ് ടു ഗിവ് ദം വാട്ട് ദേ ആർ ഡിമാൻഡിങ്, because the parents know that it will not be a good thing, but children are not willing to accept it, that teaching. അങ്ങനത്തെ സ്ഥിതിയിലായിരിക്കുന്നിടത്ത് പ്രിയ ദൈവമക്കളെ, നാം പെന്തക്കോസ് വിശ്വാസികളും സഭയിൽ പോകുന്നവരും ഒക്കെയാണ്. പക്ഷേ നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് എന്താണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരാഹ്വാനം തരുവാനുണ്ട്. നിങ്ങളുടെ മക്കള് 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെയെങ്കിലും നിങ്ങൾ ഫുൾ ടൈം പ്രീച്ചറായിട്ട്, മിഷണറിയായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അതിനനുസരിച്ച് അവനെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് അവനെ അതിനു വേണ്ടി ഉത്തേജിപ്പിച്ചു വിടുക. അത് ഈ ദിവസങ്ങളിൽ ഒക്കത്തില്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം there are so many young people I know, they are in the field as evangelists and as pastors, and they are highly qualified to go and earn money, but they denied everything because of the teaching they received in their childhood. And I pray നമ്മുടെ വിശ്വാസികളായിരിക്കുന്ന മാതാപിതാക്കൾ കൂടുതലായിട്ട് ദൈവകാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊച്ചുനാൾ മുതലേ പഠിപ്പിക്കുക. ക്രിസ്ത്യൻ പാട്ടുകൾ പഠിപ്പിക്കുക, ക്രിസ്ത്യൻ വാക്കുകൾ പഠിപ്പിക്കുക. I have a IAS officer in my church, and in fact there are 2. I had more, but many have gone on transfer. But ഈ IAS ഓഫീസർക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഇവരെങ്ങനെയാണെന്നറിയാമോ പഠിപ്പിക്കുന്നത്? എത്ര സാമുകൾ ഈ പിള്ളേർ കാണാതെ സൺഡേ സ്കൂൾ ചർച്ചിൽ പറയും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സോങ്, ദൈവവചനം എല്ലാ സൺഡേയിലും പിള്ളേരെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരും. നിങ്ങൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്നുവോ അതൊരിക്കലും നഷ്ടമായി പോകത്തില്ല. ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് അവൻ ലോകത്തിലേക്ക് പോയാലും അവൻ തിരിച്ചു വരും. നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഇൻട്രസ്റ്റും അവനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലേ ദൈവവചനം പറയുന്നേ, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ. അല്ലേ? ഈവൻ വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം വിശ്വസ്തതയുള്ളതാണ്. ദൈവം ഒരിക്കലും അങ്ങനെ പ്രയത്നിക്കവരെ നിരാശപ്പെടുത്തുന്നില്ല. അപ്പോൾ ദൈവദാസൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത്, മാതാപിതാക്കൾക്ക് വേണ്ടിയതൊക്കെയും സംസാരിച്ചു. എന്നാൽ നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ അനേക ചെറുപ്പക്കാർക്ക് അത് വേദനയാണ്. അതിനകത്തെ ശൈലി, ചില രീതികൾ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു മാറ്റം വേണ്ടേ? നമുക്ക് നമ്മുടെ ചർച്ചിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്. ഈ ചർച്ചിനകത്തെ ഒന്നാമത് പൊളിറ്റിക്സ്. ഈവൻ ഇൻ ദ ലോക്കൽ ചർച്ചിനകത്ത് പൊളിറ്റിക്സാണ്. അപ്പം കുഞ്ഞുങ്ങൾ അങ്ങ് അകന്നു പോകും. കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പം ഇതാണോ ആത്മീയത? കുഞ്ഞുങ്ങൾ എന്തുവാ കാണുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുറ്റം പറച്ചിലും അതും ഇതുമൊക്കെ. It is unfortunate that the politics among the Pentecostal denominations these days is such that it is a shame, and we spend lot of money in getting elected to get elected. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി വലിയ വ്യത്യാസം ഉണ്ടാകണം. ഭയങ്കര വ്യത്യാസം ഇതിനുണ്ടാകണം. നമ്മൾ പഴയ രീതിയിലേക്ക് കടന്നു വരണം. Let us return to the purity. And ഇന്നത്തെ കൺവെൻഷനുകൾ, ഈ കൺവെൻഷനുകളിൽ കോടിക്കണക്കിന് രൂപ കേരളം മൊത്തം ചിലവാകും. പക്ഷേ അതുകൊണ്ട് എന്തോ പ്രയോജനമാണ്? ഈ നമ്മളെങ്ങനെ പാപികളെ രക്ഷപ്പെടുത്തുന്നത്? ഒരു ഇവാഞ്ചലിസ്റ്റ് വന്ന് പ്രസംഗിക്കും, എൻ്റെ സമയത്തും കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനുകളിൽ കൂടി ഇന്നും സഭയിൽ ആളുകളുണ്ട് വിശ്വാസത്തിൽ ദൃഢമായി നിൽക്കുന്നത്. ഒരൊറ്റ പ്രാസംഗികനെ കാണുകയുള്ളൂ. അത് 5 ദിവസത്തെ കൺവെൻഷനാണ്. എൻ്റെ കൊച്ചുനാളത്തെ കാര്യം. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ആ പുള്ളി വന്ന് അവിടെ താമസിച്ച് വൈകിട്ട് തോറും പ്രസംഗിക്കും, പകലൊരു ബൈബിൾ സ്റ്റഡി എടുക്കും,
ആ പ്രസംഗം രാത്രിയിലത്തെ പ്രസംഗം എന്തുവാണ്? കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ ആരംഭിക്കും. രക്ഷകനായി ഭൂമിയിൽ മനുഷ്യനായി വന്നതും അവൻ്റെ കഷ്ടപ്പാടുകളും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം പ്രസംഗിച്ചിട്ട് അവസാനം ഞായറാഴ്ച രാത്രിയിൽ കൊണ്ട് നിർത്തുന്നത് രണ്ടാമത്തെ ഈ ദൈവത്തിൻ്റെ വരവ്, വിശ്വാസികൾക്ക് വേണ്ടി റാപ്ചർ. അതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ട്രിൻസ് പഠിച്ചത്. ഇന്ന് ഇപ്പോൾ ഒരാൾ വന്ന് പ്രസംഗിച്ചു, പ്രസംഗം പിന്നെ 7 മണിക്ക് തുടങ്ങുമെങ്കിൽ പുള്ളി പ്രാസംഗികൻ 7 മണിക്കൊന്നും വരത്തില്ല, പിന്നെ 7:30-ക്കോ 8 മണിക്കോ വരും. അന്നേരം ആ പ്രസംഗത്തിന് സമയമുണ്ട്. വന്നിങ്ങോട്ട് ഷെവിൽ കയറി എനിക്ക് സമയമില്ലാത്തതാ എങ്കിലും നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം ഞാൻ വന്നാണ് എന്നും പറഞ്ഞ് പ്രസംഗിച്ച് പോകും. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷനുകൾ നിങ്ങൾ നടത്തുന്നു എങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അഭിഷക്തരായിട്ടുള്ളതായ പ്രാസംഗികരെ വരുത്തി നിങ്ങൾ സുവിശേഷ പ്രസംഗം നല്ലതുപോലെ നടത്തണം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ മാനസാന്തരം എങ്ങനെയാണ്? സുവിശേഷം എന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചു, അതിൻ്റെ അവസാനത്തിൽ യേശു കർത്താവ് രക്ഷിക്കുന്നവനാണ്, രോഗത്തെ സൗഖ്യമാക്കുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി തരുന്നു, ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ആരിത് വിശ്വസിക്കാൻ? യേശുവിൽ വിശ്വസിക്കുന്നവർ കൈ ഉയർത്താൻ പറയും. 50 പേര് കൈ ഉയർത്തും. എന്നിട്ട് പറയും കൈ ഉയർത്തിയവരെല്ലാവരും നീ മുമ്പോട്ട് വരാൻ പറയും. 25 പേര് വരും. അവരവിടെ നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കാം എന്നും പറഞ്ഞ് ഇവാഞ്ചലിസ്റ്റ് ഒരു പ്രാർത്ഥന ചെയ്യുന്നു. അതേറ്റു പറയണം. അതേറ്റു പറയുമ്പോൾ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് പറയും. അവരെവിടെ രക്ഷിക്കപ്പെട്ടെ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങളുടെ പാപത്തെക്കുറിച്ചോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ, ഈ സൃഷ്ടികർത്താവായ ദൈവത്തെ, ഈ രക്ഷകനായ ദൈവത്തെ നിരാകരിച്ച് അല്ലായിരുന്നോ എൻ്റെ ജീവിതം? അതെത്രയോ കർത്താവിന് അത് മുറിവ് പറ്റിയിട്ടുണ്ട് എൻ്റെ ജീവിത സ്റ്റൈലിൽ. അതൊക്കെ ഓർത്ത് കണ്ണുനീരോടുകൂടെ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപത്തിൽ കൂടെ വരുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. അല്ലാതെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഏറ്റു പറഞ്ഞിട്ട് പിന്നത്തെ എന്തുവാ നിനക്ക് സ്നാനപ്പെടണോ, ആ സ്നാനപ്പെടണം, നമ്മൾ വെള്ളത്തിൽ മുക്കിഞ്ഞ് വിടും. ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം സഭകളിൽ ഉണ്ടാക്കുക. നമ്മൾ ബൈബിളിൽ നിന്ന് ഒത്തിരി അകന്നുപോയി. എങ്ങനാ ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം സഹോദരന്മാരെ എന്ന് പറഞ്ഞപ്പോൾ എന്താ, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഓരോരുത്തൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് പോകണം. അത് അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ടല്ല മാനസാന്തരപ്പെടുന്നത്. അവർക്ക് ആ പ്രാർത്ഥന അറിയത്തുള്ളൂ. പിന്നെ ചർച്ച വരാൻ തുടങ്ങിയാൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചായിട്ട് വന്നാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ മൊത്തത്തിൽ സഭ ഒന്ന് ഉണരണം. സഭ ഉണർന്ന് ഉപവസിക്കണം. 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് പോകണം. പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായി അവരെ ദൈവവചന അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ശിക്ഷണം തന്നെയുമല്ല, കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നതിൽ നിന്ന് ഒരെണ്ണത്തെയെങ്കിലും ദൈവവേലയ്ക്കായി കണ്ട് പ്രാർത്ഥിച്ച് വേർതിരിച്ച് അതിനുവേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരെ മുന്നോട്ട് ആനയിക്കണം, എൻകറേജ് ചെയ്യണം. വളരെ പ്രധാനമായ വിഷയങ്ങൾ. കർത്താവിൻ്റെ ദാസൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു
പാട്ട് ഇംഗ്ലീഷിലാണല്ലോ കൂടുതൽ, ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി കേരള സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ശ്രോതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഫാദർ വാസ് എ വെരി ഗുഡ് എക്സലൻറ്റ് സിംഗർ. സോ ആ ഒരു സ്പിരിറ്റ് ഞങ്ങളുടെ പിള്ളേരിലെല്ലാം, ഞങ്ങളുടെ മക്കളിലെല്ലാം ചിരിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പം പാട്ടൊന്നും അധികം പാടത്തില്ല. പാട്ടെല്ലാം മക്കളമാരെ ഏൽപ്പിച്ചേക്കുക. അവരെല്ലാവരും ദൈവകൃപയാൽ നല്ല പാട്ടുകാരും മ്യൂസിഷ്യന്മാരും ഒക്കെയാണ്. അവർ ദൈവത്തിന് വേണ്ടി അങ്ങനെ പ്രയോജനപ്പെടുന്നു. എങ്കിലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സ്റ്റാൻസ പാടാം പാട്ടിൻ്റെ. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓ ലോർഡ് മൈ ഗാഡ്. ആമേൻ. O Lord my God, when I know some wonder, consider all the works your hands have made. I see the stars, and I hear the rolling thunder. Thy power throughout the universe display. Then sings my soul, my Savior God, to thee. How great you are, how great you are. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. When Christ shall come with shout of acclamation to take me home, what joy shall fill my soul. Then shall I bow in humble adoration and there proclaim, my Savior, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Jesus. Amen. Amen. Thank you. Let us pray. Praise Jesus. Lord, our Heavenly Father, Praise God. we bless your holy name and we worship you and praise your wonderful name, matchless name. We thank you, Heavenly Father, for giving us this beautiful time to think of your mercy and your faithfulness. And especially, we remember your word. God is never a debtor to anyone. You will always honor those who commit themselves to you, and especially to do your work.
to build the kingdom of God. And Lord, we thank you. And I pray especially for the listeners who have listened to my testimony. Lord, I shared it only for your glory and honor. And if it would strengthen and stir up somebody, some young people, and some elderly people to dedicate their lives to serve you, you will honor. So, Lord, let there be many rise up and say, I will honor my God by serving him. Praise the name of the Lord our God. Thank you, Father. Raise up your laborers. The harvest is plenty, Lord, but the laborers are few. You have commanded us to pray to the Lord of the harvest. We cannot raise them up. We cannot produce them, but only you can raise them up and choose them. So, Lord, we pray that you bring forth many soldiers of the cross. We thank you and we bless your holy name for your church in Kerala. We give you all the praise, all the worship, and all the thanks. Use your servant's testimony to stir up someone today. We give you thanks and praises, Lord. Thank you in Jesus' wonderful name we praise you. Amen. Amen. And amen. So thank you, Pastor Reverend Dr. Papi Mathai, for joining with us. Thank you. It was a Thank good you very time, much. and I believe many will be blessed to your word. Amen. And also thank you to Dr. Johnson for Yes. joining with us. Thank you those for listening to us. God may bless you through these testimonies. Thank you.